എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം SI നല്ല കട്ടക്കലിപ്പിലാണ്. SI രോഹിത്തിൻ്റെ ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നീയും ഇല്ലായിരുന്നോടാ അതിൻ്റെ കൂടെ, എന്നിട്ട് നീ അവൾക്ക് എത്ര രൂപ കൊടുത്തു എന്ന്. അന്നേരം 5000 രൂപ കൊടുത്തു എന്നാണ് രോഹിത്ത് പറയുന്നത്. അതിൻ്റെ കൂടെ SI ചോദിക്കുന്നുണ്ട്, 5000 രൂപ മാത്രമേ കൊടുത്തോളൂ, നീ ഗോൾഡ് റിംഗ് കൊടുത്തില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ കൊടുത്തു എന്ന് പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് നാണം കെട്ടുപോവാട്ടോ ബാലേന്ദ്രൻ. അന്നേരം അതിൻ്റെ കൂടെ SI ഇങ്ങനെ പറയുക, അവന് ഗോൾഡ് റിംഗ് കൊടുക്കാമല്ലോ, അച്ഛൻ സ്വർണ്ണക്കടയാണല്ലോ നടത്തുന്നത്, അപ്പം മകൻ പീഡിപ്പിക്കുന്ന ഓരോ പെൺകുട്ടിക്കും ഒരു ഗോൾഡ് റിംഗ് സമ്മാനം, അങ്ങനെ അങ്ങ് വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് തല കുനിഞ്ഞു പോവുകയാണ് ബാലേന്ദ്രൻ്റെ. അതുപോലെ അലീനിക്കും ആകെ വിഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്കും ഹരിയനെയും മറ്റവന്മാരെയും കൂട്ടി അകത്തേക്ക് വരുന്നു ബാക്കി പോലീസുകാർ. അന്നേരം അവന്മാരെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുവാണല്ലോ. SI ഹരിയനെ പിടിച്ച് ഫ്രണ്ടിലോട്ട് കയറ്റി നിർത്തും. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഇവനാണ് ഇതിൻ്റെ അകത്തെ മാസ്റ്റർ ബ്രെയിൻ, ഇവനാണ് കള്ളക്കാമുകൻ, ഇവനാണ് ഇതെല്ലാം ഒപ്പിച്ച് വെച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹരിയോട് ചോദിക്കുവാണ്, ഇവനും നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നോ എന്ന്. അന്നേരം ആകെ വിഷമിച്ച് പേടിച്ച് രോഹിത്ത് ഹരിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഹരി അവൻ്റെ മുഖത്തേക്ക് നോക്കും. അത് കഴിഞ്ഞ് അലീനയുടെയും ബാലേന്ദ്രൻ്റെയും മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ മനഃപൂർവ്വം പറയുന്ന രീതിയിൽ ഇങ്ങനെ പറയുവാണ്, അതെ ഇവനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ആദ്യം തൊട്ട് അവസാനം വരെ ഇവനും ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പ്ലാൻ ചെയ്തത് എന്നുകൂടി പറയുന്നു. അത് കേൾക്കുമ്പോഴേക്കും ആകെ തകർന്നു പോവുകയാണ് ബാലേന്ദ്രൻ. അന്നേരം SI പറയുന്നുണ്ട്, നീയൊക്കെ ഒരു കാര്യം ഓർത്ത് വെച്ചോ, ആ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ നിനക്കൊന്നും ജാമ്യം പോലും കിട്ടില്ല എന്ന്. എന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയമാണ് SP അങ്ങോട്ട് വരുന്നത്. SP അകത്തേക്ക് വരുന്നെങ്കിൽ എല്ലാവരും സല്യൂട്ട് ചെയ്യുന്നു, മാറി നിൽക്കുന്നു. അന്നേരം SP ചോദിക്കും, 4 അവന്മാരും കിട്ടിയോന്ന്. കിട്ടി എന്ന് പറയുന്നു. അന്നേരം SP പറയുന്നുണ്ട്, എല്ലാത്തിനെയും പൊക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കണം, വൈകിട്ടാകുമ്പം അറസ്റ്റ് രേഖപ്പെടുത്തണം, ഒറ്റൊരുത്തന്മാരും ഇതിൽ നിന്ന് രക്ഷപ്പെടരുത് എന്ന് പറയുവാണ്. അപ്പം SI ബാലേന്ദ്രനെ പരിചയപ്പെടുത്തി കൊടുക്കും SPക്ക്. ഇതാണ് ഈ രോഹിത്തിൻ്റെ അച്ഛൻ, സ്വർണ്ണക്കട നടത്തുന്ന ബാലേന്ദ്രനാണ് എന്ന് പറയുമ്പം SPയും ഇങ്ങനെ പുച്ഛത്തോടെ പറയുവാണ്, ഓ സ്വർണ്ണക്കടയിൽ 24 ക്യാരറ്റ് നല്ല ഒന്നാന്തരം സ്വർണം, വീട്ടിൽ ഈയോ ആല ഇരുന്നത് എന്ന് ചോദിക്കുന്നു. ബാലേന്ദ്രൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ആകെ നാണക്കേടായി പോവാണ്. എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട്, ഇതൊന്നും ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല, യുവന്മാരൊന്നും ഇനി പുറലോം കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവന്മാരെല്ലാം പിടിച്ച് വണ്ടി കയറ്റാൻ പറയുന്നത്. എല്ലാവരെയും വണ്ടിയിലേക്ക് കൊണ്ടുപോവാണ്. അന്നേരം രോഹിത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുവാണ്, അച്ഛാ ഞാനൊന്നും ചെയ്തില്ല എന്ന്. ബാലേന്ദ്രൻ്റെ സങ്കടം വരുന്നുണ്ട്. ബാലേന്ദ്രൻ ഇങ്ങനെ കൈ പൊക്കി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്തേക്കും പോലീസുകാർ വന്ന് രോഹിത്തിനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. രോഹിത്താണേൽ പോകുന്ന വഴിക്ക് കാർ കൂവിയാണ് പോകുന്നത്, പോകാൻ മടിച്ചിങ്ങനെ നിൽക്കും. അവർ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഹരിയൊക്കെ വളരെ കൂളായിട്ട്, ഇവൻ എന്തിനാ കരയുന്നതെന്നുള്ള ഭാവത്തിൽ അവൻ പോയി വണ്ടിയിൽ കയറുന്നേ. വണ്ടിയിൽ കയറിയതിന് ശേഷം രോഹിത്ത് അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ. ഹരി വളരെ കൂളായിട്ട് പുറകിൽ ഇരിപ്പുണ്ട്. അന്നേരം അവരെല്ലാവരും വണ്ടിയിലേക്ക് കയറ്റുന്ന കണ്ടുകൊണ്ട് അലീനയും കൃഷ്ണമോളൂടെ വന്ന് വിഷമിച്ച് നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞ് അവരുടെ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. പോലീസുകാരെല്ലാം പോയതിന് ശേഷം അലീനയും കൃഷ്ണമോളൂടെ അകത്തോട്ട് കയറി വന്ന വാതിൽ ക്ലോസ് ചെയ്ത് നോക്കുമ്പോഴാണ് ബാലേന്ദ്രൻ ഇങ്ങനെ ആകെ തളർന്ന് നെഞ്ചിന് കൈയും കൊടുത്ത് നിൽക്കുന്നത് കാണുന്നത്. അന്നേരം അയ്യോ അച്ഛൻ എന്താ പറ്റി എന്ന് ചോദിച്ച് രണ്ടുപേരോട് ഓടി വന്ന് പിടിക്കുന്നു. എന്നിട്ട് രണ്ടുപേരോട് പിടിച്ചുകൊണ്ട് സോഫയിലേക്ക് ഇരുത്തുക. അവിടെ കൊണ്ട് ഇരുത്തിയതിന് ശേഷം ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറ്റിയ, എന്താ നെഞ്ചുവേനയാണോ, അച്ഛൻ എന്താ ഇങ്ങനെ തളർന്ന് കിടന്നേ, കണ്ണ് തുറക്കുക എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണമോളോട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് അലീന. അവർ വെള്ളം എടുത്തുകൊണ്ട് വന്ന് മുഖത്ത് ഒഴിക്കുമ്പോഴും ചെറിയൊരു ബോധം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, അത്രേ ഉള്ളൂ, ആകെ തളർന്ന് കിടക്കുവാണ്. അന്നേരം കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട്, ചേച്ചി CPR കൊടുക്കണമെന്ന്. അന്നേരം പൾസ് നോക്കിയിട്ട് വേണ്ട, പൾസ് ഉണ്ട്, ഞാൻ പോയി ഗുളിക എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അലീന പെട്ടെന്ന് മുകളിലേക്ക് പോകുന്നു. മുകളിൽ പോയിട്ട് ഹാർട്ട് അറ്റാക്ക് ഉള്ള ആളല്ലേ, അതുകൊണ്ടൊരു ഗുളിക എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ആ മെഡിസിൻ നാക്കിൻ്റെ അടിയിൽ വെക്കാനുള്ളതാണ്, അത് വെച്ച് കൊടുക്കും. നിർബന്ധിച്ചാണ് വെക്കുന്നത്. ബാലേന്ദ്രൻ ആകെ കുഴഞ്ഞ് അങ്ങനെ തളർന്നു പോയി. അതും കൊടുത്തതിന് ശേഷം അലീന പെട്ടെന്ന് ഫോൺ എടുത്ത് ആംബുലൻസ് വിളിക്കുവാണ്. എന്നിട്ടും ഒരിക്കൽ ബാലേന്ദ്രൻ്റെ വീട്ടിലേക്കാണ് പെട്ടെന്ന് ഒരു ആംബുലൻസ് വരണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇവർ വെയിറ്റ് ചെയ്യുകയാണല്ലോ. ആ സമയത്തെല്ലാം കൃഷ്ണമോൾക്ക് ആകെ ടെൻഷനാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, മോള് പേടിക്കേണ്ട, ടെൻഷൻ ആകണ്ട, ആംബുലൻസ് ഇപ്പോൾ വരും, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അച്ഛനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പം അവിടെ ബബിത എന്ന് പറയുന്ന സാധനം ഉണ്ട് കേട്ടോ. അത് ആ റൂമിൽ തന്നെ ഇരിക്കുവാണ്, പുറത്തേക്ക് വന്നിട്ട് പോലുമില്ല. ഏതായാലും ഇതിനിടയ്ക്ക് ടെൻഷൻ കാരണം അലീന കൃഷ്ണമോളോട് അപ്പുറത്തെ വീട്ടിൽ ശർമ്മ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറോടൊന്ന് വരാമോ എന്ന് ചോദിക്കുക. അന്തേക്കും കൃഷ്ണമോൾ ഓടിപ്പോയി അവിടെ പോയി നോക്കിയിട്ട് വരും. അവിടെ ഡോക്ടറില്ല, ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോയേക്കുവാണ്. അന്നേരം അലീന പറയും, സാരമില്ല, ആംബുലൻസ് ഇപ്പോൾ വരുമായിരിക്കുമെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് ബാലേന്ദ്രനെ ബോധത്തിലേക്ക് കൊണ്ടുവരാനും മുഖത്ത് തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ആംബുലൻസ് വരുന്നു. ആംബുലൻസിൽ നിന്ന് അവരെല്ലാവരും ഇറങ്ങി വന്ന് ബാലേന്ദ്രനെ സ്ട്രെച്ചറിലേക്ക് കയറ്റി ആംബുലൻസിലേക്ക് കയറ്റുവാണ്. അത്
കഴിഞ്ഞ് ആംബുലൻസിലേക്ക് ബാലേന്ദ്രനെ കയറ്റി നേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്സിജനൊക്കെ കൊടുത്ത് എന്തൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ഇന്ന് സ്കൂളിൽ പോകണ്ട, വാതിലടച്ച് വീട്ടിൽ തന്നെ ഇരുന്നോണം, ബബിതയോടും പോകണ്ട എന്ന് പറയണം. ആർക്ക് വന്നാലും എന്തൊക്കെ പറഞ്ഞാലും ഡോറ് തുറക്കോ പ്രത്യേകിച്ച് പ്രതികരിക്കുകയോ ഒന്നും ചെയ്തേക്കരുത് എന്നൊക്കെ പറയുക. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് പേടിയാവുക എന്ന് പറയുമ്പോൾ, നീ പേടിക്കുമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ചെയ്യുക, ബാക്കി ഞാൻ അവിടെ ചെന്ന് അച്ഛനെ ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം ഫോൺ വിളിക്കാം, അത്രയും ചെയ്യുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീനെ ആംബുലൻസിൽ കയറി പോകുന്നു. ആംബുലൻസിൽ പോകുമ്പോഴും ബാലേന്ദ്രന് ബോധമൊന്നുമില്ല കേട്ടോ, ആകെ തളർന്ന് കിടക്കുവാണ്. കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അലീന അടുത്തുണ്ട്. അകത്ത് കയറി വന്നതിന് ശേഷം കൃഷ്ണമോള് മനുവിനെ വിളിക്കുന്നുണ്ട്. കുറേ പ്രാവശ്യം വിളിച്ചിട്ടാണ് മനുവിനെ കിട്ടുന്നത്. മനു എറണാകുളത്ത് നിന്ന് പാലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മനുവിനെ കാര്യങ്ങളൊക്കെ കമല വിളിച്ച് പറഞ്ഞു. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല എന്നാണ് കമലയുടെ വിചാരം. അന്നേരം ഇതൊക്കെ പറയുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇവിടെ വന്ന് രോഹിത്തേട്ടനെയും പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഇവിടെ വെച്ച് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ രോഹിത്തേട്ടനെ പോലീസുകാർ അടിക്കുകയൊക്കെ ചെയ്തു. അച്ഛൻ അത് കണ്ട് ആകെ വിഷമമായി അറ്റാക്ക് വന്നു. അലീന ചേച്ചി ആംബുലൻസ് വിളിച്ച് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കുവാണ്. ഇവിടെ വീട്ടിൽ ഞങ്ങൾ 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മനുവേട്ട എന്നൊക്കെ ചോദിക്കുക. അന്നേരം മനു പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ, ഞാൻ അങ്ങോട്ട് വരുമല്ലേ, അങ്ങോട്ട് തന്നെ എത്താനുള്ള സമയം എന്താ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം, നീ പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നു. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, മനുവേട്ടൻ വന്നതിന് ശേഷം എന്തെങ്കിലും അറിയുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണേ, ഞാൻ ആകെ വിഷമത്തിലാന്ന് പറയുമ്പോൾ പേടിക്കേണ്ട മോളെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഫോം വയ്ക്കുന്നു. കൃഷ്ണമോള് ഫോം വെച്ചതിന് ശേഷം റൂമിൽ നിന്ന് ബബിത ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ബബിത വളരെ കൂളായിട്ട് കൃഷ്ണമോളോട് ചോദിക്കുക, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച ആൾക്കാരെ വിളിക്കുന്നതെന്ന്. അന്നേരം കൃഷ്ണമോള് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ഉദ്ദേശിച്ചത്, ഈ സംഭവത്തിൻ്റെ ഗൗരവം ചേച്ചിക്ക് അറിയാമോ, നാളെ തൊട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുമ്പോഴും വളരെ കൂളായിട്ട് ഒന്നും സംഭവിക്കാതെ അതുപോലെ ബബിത അങ്ങ് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും. രോഹിത്തിനെ പിടിച്ചുകൊണ്ട് പോയത് പോട്ടെ, അച്ഛനെ അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എന്നിട്ടും യാതൊരു വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണമോ ഒന്നുമില്ല ബബിതയുടെ ഭാഗത്ത് നിന്ന്. പിന്നെ കാണിക്കുന്ന ബാലേന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കാഷ്വാലിറ്റിയിലെ ഡോക്ടർ വന്ന് നോക്കുന്നുണ്ട്. അന്നേരം സിസ്റ്റർ അവിടുത്തെ ഒരു ഡോക്ടറിൻ്റെ പേഷ്യൻ്റ് ആണെന്ന് പറയും. അന്നേരം ആ ഡോക്ടറെ പെട്ടെന്ന് വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീന മുഖത്തൊക്കെ തട്ടി, അച്ഛ കണ്ണ് തുറക്കുക, അലീനയാ, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി, ഇനി പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ പയ്യെ കണ്ണ് തുറക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മയങ്ങി പോകുന്ന പോലെ അങ്ങ് കണ്ണടയ്ക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ പേടിക്കണ്ട കേട്ടോ, ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ഡോക്ടറും വന്ന് നോക്കുന്നു. എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറയുന്നു. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അലീന ഈ വിവരം കൃഷ്ണമോളെ വിളിച്ച് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തി, അച്ഛന് ചെറിയ ബോധം വന്നു, വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡോക്ടർ നോക്കുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം വിളിച്ച് പറഞ്ഞത്, മോള് പേടിക്കണ്ട കേട്ടോ, ബബിതയോടും പറഞ്ഞേരെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വിഷമമാണ് കൃഷ്ണമോൾക്ക്. അന്നേരം പേടിക്കേണ്ട മോളെ, ഞാനില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ആകെ വിഷമിച്ച് ബാലേന്ദ്രൻ പറയുവാണ്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ല മോളേന്ന്. അന്നേരം അലീന പറയും, അച്ഛൻ വിഷമിക്കാതെ ഇവിടെ കിടക്കുക, എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു, എനിക്ക് വിട്ടു തന്നേരെ, അച്ഛൻ ടെൻഷൻ അടിക്കാതെ ഇവിടെ കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രന് ധൈര്യം കൊടുക്കുന്നു. ഒരുപാട് ടെൻഷൻ അടിക്കാതെ, ആകെ സുഖമില്ലാത്ത ആളല്ലേ, അതുകൊണ്ടാവും. പിന്നീട് അലീന മനുവിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശിക്ഷിക്കപ്പെടണം, ഇതിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെടരുത് എന്ന് മനുവിനോട് ഉറപ്പിച്ച് പറയുന്ന അലീനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന വീട്ടിൽ വരുമ്പം എന്തൊക്കെയോ ബബിതയോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ആകെ വിഷമത്തിലാണ് എല്ലാവരും. ഏതായാലും മനു വീട്ടിൽ ചെന്നിട്ട് കമലയ്ക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. കമലയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് അവനെ ഇങ്ങനെയാക്കിയത്, പ്രസവിച്ചപ്പോൾ തൊട്ട് എല്ലാത്തിനും അവനെ ഓരോന്ന് ഒത്താശ ചെയ്തു കൊടുത്ത് അവനെ ഇങ്ങനെയാക്കിയത് നിങ്ങൾ മാത്രമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, ഇതിനി നമ്മുടെ കയ്യിൽ നിൽക്കാൻ പോകുന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കമലയ്ക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. കമല കണ്ണും പിടിച്ച് നിൽപ്പുണ്ട്. കമല കുറേ ചീത്ത പറയുന്നുണ്ട് കേട്ടോ മനു. പിന്നെ ആകെ വിഷമിച്ച് നിൽക്കുന്ന മനുവിൻ്റെയൊക്കെ അച്ഛനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഗൾഫിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പറഞ്ഞോന്ന് അറിയത്തില്ല. ഏതായാലും ഇതൊക്കെയാണ് പ്രമോ ആയിട്ടും കാണിച്ചത്.